നമ്മളിതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് നമുക്കൊരു വളരെ സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഒത്തിരി ടെക്സ്ചർ വർക്കും ഒത്തിരി വുഡ് വർക്കും ഒന്നും വേണ്ട. സിമ്പിൾ പെയിൻറ്റ് വർക്ക്സും പിന്നെ അദ്ദേഹത്തിന് വേണ്ട ഒരു ബെഡ്, പിന്നെ ഒരു വാർഡ്രോബ്, ഒരു ഡ്രസ്സിങ് ടേബിൾ, പിന്നെ വളരെ സിമ്പിളായിട്ട് ബെഡിൻ്റെ ബാക്ക് സൈഡ് എന്തെങ്കിലും ഒരു ഡെക്കോർ, ഇത്രയും സാധനമാണ്. പിന്നെ ഒരു ഫോൾ സീലിംഗ് ആണ് പറഞ്ഞത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോൾ സീലിംഗ് ആണ് അദ്ദേഹം ചോദിച്ചപ്പോൾ. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ ഫോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 80% ഓഫ് ദ സ്പേസ് നോർമൽ പ്ലെയിൻ ഫോൾ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. പ്ലസ് ഇതിൻ്റെ അതൊരു നിസ്സാരമായിട്ടുള്ള ചെറിയൊരു വുഡൻ സ്ട്രക്ചർ, അത് വാൾ പേപ്പർ വെച്ച് ചെയ്തേക്കുന്നത്. നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ബെഡ്റൂംസിൽ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കാഴ്ചയിലും അത്ര ഒരു എലഗൻസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോൾ സീലിംഗ് ആണ്. ഇതിൻ്റെ റൂമിൻ്റെ ഡയമെൻഷൻ ഓൾമോസ്റ്റ് ഒരു 4 മീറ്റർ ബൈ 3 മീറ്റർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ഇവിടെ ഒരു കിങ് സൈസ് ബെഡാണ്. കിങ് സൈസ് ബെഡ് ഇതിൻ്റെ ബാക്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഡെക്കോർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു 2 ഓപ്പൺ ബോക്സാണ് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് വെള്ളം വരുന്നൊരു ബുദ്ധിമുട്ടില്ല. എന്നാലും വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻ്റ് ആണ്. 303 മറൈൻ പ്ലൈവുഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് BWP റേറ്റിംഗ് ഉള്ളതാണ്. എല്ലാ ഡീറ്റെയിൽസും ഉള്ള പ്ലൈവുഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബെഡിനോട് ചേർന്ന് തന്നെ വരുന്നതാണ് നമുക്കൊരു വാർഡ്രോബ്. പിന്നെ വാർഡ്രോബിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് യൂണിറ്റാണ് വരുന്നത്. എന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ ഒരു ഫിനിഷിലല്ല, ഒരു ഡബിൾ മിറർ, 2 റൗണ്ട് മിറേഴ്സ് എല്ലാം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ഡ്രോയറും ഒരു ഓപ്പൺ യൂണിറ്റും. വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ഗ്രീൻ കളർ, ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ തന്നെ ഈ സൈഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 1/4 ഓഫ് ദ വാള്, ഇവിടെ ഒരു ഹാഫ് വാള് ഈ പേസ്റ്റൽ ഗ്രീൻ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ യൂസ് ചെയ്ത ടീക്വുഡിൻ്റെ അതേ ഫിനിഷ് തന്നെയാണ് നമ്മൾ വാർഡ്രോബിൻ്റെ സൈഡ് പാനൽസിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെ നമ്മളൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലാമിനേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് വേറെ എവിടെയും ഇതിൻ്റെ അകത്തൊരു അധികം ഡിസൈൻസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആകെ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഡിസൈൻ ചെയ്തത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു വളരെ ഡിഫറെൻറ്റ് ഡ്രസ്സിങ് യൂണിറ്റാണ്. പിന്നെ രണ്ടാമത്തത് ഈ ഫാബ്രിക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ലാമിനേറ്റാണത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത് പോലെ ഇരിക്കും. അത് തൊട്ടാലും ഒരു 3D എഫക്റ്റ് വരുന്ന ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ ഈ ഫാബ്രിക് ടെക്സ്ചർ ചെയ്തുകൊണ്ട് അത് എടുത്തറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാനൽ, അതായത് വാർഡ്രോബിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ പാനൽ കൊടുത്തിട്ട് അതിൻ്റെ അത് സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ ലാമിനേറ്റ് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഈ 3 സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫിനിഷും ആ ഒരു ലുക്കും എല്ലാം എസ്തെറ്റിക്സ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പോർഷൻ ലൈക്ക് എൻറ്റയർ നമ്മൾ ക്ലോസ് ചെയ്തില്ല. ഒരു പോർഷൻ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസ്, ഒരു ഡയറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഓപ്പൺ ഏരിയ കൊടുത്ത് ഫുള്ളായിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടില്ല. പിന്നെ ഈ സൈഡിൽ വരുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡ്രസ്സിങ് യൂണിറ്റ്, ഹാങ്ങിങ് ലൈറ്റ്, 2 മിറേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇത് ഈ വീട്ടിലെ ബെഡ്റൂം നമ്പർ 2 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം നമ്പർ 2 ആണ്. ഇതും ഒരു 3.5x3 വളരെ ഒരു ചെറിയ റൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലേ, ക്ലയൻറ്റിൻ്റെ ഒരേ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വേണം. ഒത്തിരി ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഉണ്ട്. അതല്ലാതെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ റൂം കൺജസ്റ്റ് ആവും എന്നുള്ളൊരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ആ റൂമിൽ നമ്മൾ യൂസ് ചെയ്തൊരു പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ ഈ എൻറ്റയർ റൂം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് ബീച്ച് അല്ലെങ്കിൽ സാൻഡ് കളറിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ബെഡിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ക്വീൻ സൈസ് ടീക്വുഡ് മോഡൽ ബെഡാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വാൾ ഹങ് ആയിട്ട് നിൽക്കുന്ന 2, അതായത് താഴെ മുട്ടിയിട്ടില്ല, വാൾ ഹങ് ആയിട്ട് നിൽക്കുന്ന 2 ഡ്രോയർ ടൈപ്പ് സൈഡ് ടേബിൾസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ടീക്വുഡും ഈ പറഞ്ഞ ലൈറ്റ് ബീജുമായിട്ടാണ് പോയേക്കുന്നത്. ആ ഒരു ലാമിനേറ്റ്, ലൈറ്റ് ബീച്ച് ലാമിനേറ്റുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മൾ 3 ഷേപ്സിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതായത് ഒരു സ്ക്വയറും 2 റെക്ടാങ്കിളും ചെയ്തിട്ട് അതിൻ്റെ ഒരു ബോർഡർ കോർണസ്, ജിപ്സം കോർണസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഡിസൈൻസിൽ നിന്ന് സാധാരണ നമ്മളൊരു ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ലെഡ്ജോ വയ്ക്കുന്നതിന് പകരം ഈ ജിപ്സം കോർണേഴ്സ് വെച്ച് ഡിഫറെൻറ്റ് ഷേപ്സും കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ, എന്നുവെച്ചാൽ ഇത് മറഞ്ഞും പോകാൻ പാടില്ല, ഈ ഡിസൈൻ മറയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് എടുത്ത് നിൽക്കുകയും ചെയ്യും. അതും നമ്മുടെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ബീജുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഒരു മാറ്റ് ഗോൾഡ് ഫിനിഷുള്ള ഒരു ഹാങ് ലൈറ്റ്സ് ആണ് രണ്ട് സൈഡിലും യൂസ് ചെയ്തേക്കുന്നത്. അവിടുന്ന് ഈ വോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന എൽ ടൈപ്പ് വോൾ അപ്പുറത്തെ സൈഡിൽ, അത് ബാത്റൂമായിട്ട് ഷെയർ ചെയ്യുന്ന വോളാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ എൻറ്റയർ വോൾ നമ്മൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് പെയിൻറ്റിങ് മാത്രമാണ്. അതായത് നമ്മൾ ഒരു ഡിഫറെൻറ്റ് പെയിൻറ്റ്, വൈറ്റ് പെയിൻറ്റ്, എഗ് വൈറ്റ്, അതായത് എഗ് വൈറ്റ് കളറാണ് ടോട്ടൽ റൂം നിൽക്കുന്നത്. അതിൽ നിന്നൊരു ഡിഫറെൻറ്റ് പെയിൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞ പോലെ ലാമിനേറ്റ് സൈഡ് ടേബിളിൻ്റെ ലാമിനേറ്റ് ബീജാണ്, ബാക്കിൽ യൂസ് ചെയ്തേക്കുന്ന ടെക്സ്റ്ററിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു പെയിൻറ്റാണ് ഈ ചെയ്തേക്കുന്നത്. ഈ പെയിൻറ്റിൻ്റെ അകത്ത് സ്ട്രൈപ്സ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ രീതിയിൽ അത് ചെയ്തേക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വോളും ബീജും വൈറ്റും വുഡും ഫിനിഷിലാണ്, ടീക്ക് വുഡ് ഫിനിഷിലാണ് ഈ എൻറ്റയർ സംഭവം ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് വാർഡ്രോബാണ്. ഈ വോളിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് വാർഡ്രോബാണ്. വോളിൽ വരുന്നതാണ് നമ്മുടെ 3 ഡോർ വാർഡ്രോബ്. ഇതിൻ്റെ ഹൈറ്റ് ഒരു 7 ഫീറ്റും വീതി ഒരു 1.35 മീറ്ററാണ് വരുന്നത്. ഇതും നമ്മുടെ ആ ലാമിനേറ്റിൻ്റെ, ആ ഒരു സൈഡ് ടേബിളിൻ്റെ ലാമിനേറ്റിൻ്റെ സെയിം ബീജ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് മാച്ചിങ് വിത്ത് ആ ഒരു ബീച്ച് കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ എൻറ്റയർലി ക്ലോസ് ചെയ്തിട്ടില്ല, ഒരു ചെറിയ 2 ഓപ്പൺ യൂണിറ്റ്സ് വിത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലൈറ്റ് പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ടൈമിൽ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ, വാർഡ്രോബിൻ്റെ ബാക്കിൽ പ്ലാസ്റ്ററിങ് ടൈമിൽ ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റ്സ് നമുക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 സ്പോട്ട് ലൈറ്റ്സും കാണാം, അത് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം താഴെ നമുക്ക് ഇത് 3 ഡോറാണ് ചെയ്തേക്കുന്നത്. ഇത് ഡ്രസ്സ് ഹാങ് ചെയ്യുന്നൊരു ഏരിയ, ഇത് റാക്സ് വരുന്നൊരു ഏരിയ. അതിനുശേഷം താഴെ വരുന്ന 2 ബിഗ് ഡ്രോയേഴ്സാണ്. ഇത് ക്ലയൻറ്റിൻ്റെ ഒരു ഇൻപുട്ട് വെച്ചിട്ട് ചെയ്തതാണ്. അവർക്ക് 2 ഡ്രോയേഴ്സ് പുറത്ത് 2 ഡ്രോയേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു 90 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഒരു 25 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന 2 ബോട്ടം ഡ്രോയേഴ്സ് ഈ വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഡിസൈനിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാ ഡോർസിനും കാര്യത്തിനും എല്ലാം ലോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഈ അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ഡ്രസ്സിങ് ഏരിയ ആണ് ഈ വോള് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയയിലും അഗെയിൻ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പ് ഡ്രസ്സിങ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരി വുഡ് വർക്കിലേക്ക് പോവാതെ വുഡ് വർക്ക് കുറച്ചിട്ട് ആണ് ഇത് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ ചെയ്യുമ്പോൾ എൻറ്റയർ ഏരിയ നമ്മളത് പാനൽ ചെയ്തിട്ട് താഴെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ്, ഈ ഒരു ഏരിയ ഫുൾ വുഡ്, താഴെ നമ്മളൊരു ഡ്രോയർ, ഇതെല്ലാം കൊടുത്താണ് സാധാരണ ചെയ്യുന്നത്. ഈ കേസിൽ നിങ്ങൾക്ക് കാണാം, എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കൺസ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു മിറർ, ജസ്റ്റ് മിറർ വിത്ത് സ്റ്റഡും അതിൽ പിടിപ്പിച്ചിട്ടുള്ളത്. നടുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ്, ഒരു ഡോറും ദെൻ ഒരു ഡ്രോയറുമാണ് കൊടുത്തേക്കുന്നത്. അത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ഇവിടെ വയ്ക്കാം. പ്ലസ് നമുക്ക് എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കാനുള്ള 2 തട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് മിനിമൽ വുഡ് വർക്ക് വരുന്ന രീതിയിലാണ് ഈ ഡ്രസ്സിങ് യൂണിറ്റ് മുഴുവനായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ ആ ഒരു ബീജും ടീക്ക് വുഡും ഫിനിഷിലുള്ള ലാമിനേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അഗെയിൻ ഞാൻ പറയാനുള്ള കാര്യം, നമ്മുടെ സ്പോട്ട് ലൈറ്റിൻ്റെ ഹൈറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഇപ്പോൾ ഈ കറക്റ്റ് 7 ഫീറ്റിലാണ് ഈ സ്പോട്ട് ലൈറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തേക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് വയർ എടുത്തിട്ടാണ് നമ്മൾ ഈ LED ലൈറ്റ്സും കൊടുത്തേക്കുന്നത്. അഗെയിൻ കൺസ്ട്രക്ഷൻ ടൈമിൽ ഇൻപുട്ട് പോകേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഈ പോകുന്ന വഴി നമ്മളിവിടെ ഈ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. ഇത് കസ്റ്റം മെയ്ഡായിട്ടുള്ള ലാംപ്സാണ്. ഈ ഒരു ലാമ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ മെയിൻ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. അത് കംപ്ലീറ്റ്ലി കസ്റ്റം മെയ്ഡാണ്. നമ്മളത് ഡിസൈൻ ചെയ്ത് കസ്റ്റം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിൻ്റെ കൈൻഡ് ഓഫ് ലെഗും ആ ഗ്ലാസും കംപ്ലീറ്റ്ലി സിമിലറാണ്. ഇവിടെ ഇരിക്കുന്നത് മേളത്തെ ഹാങ്ങിങ് ലൈറ്റും. സ്പേസിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ലിവിങ്ങിൽ ആ ഒരു കോമൺ സ്പേസിൽ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിസ്സാരമായിട്ട് ചെയ്തേക്കുന്ന നമ്മളൊരു വർക്കിംഗ് ടേബിളാണ്. അതും താഴെ വരെ പോവാത്ത സിമ്പിളായിട്ടുള്ളൊരു വർക്കിംഗ് ടേബിൾ വിത്ത് ആ സൈഡിലൊരു 2 ഡ്രോയേഴ്സ്, ആ സൈഡിലൊരു സിംഗിൾ ഡ്രോയർ, ഇവിടെ ഒരു 2 ഡ്രോയറാണ് വരുന്നത്. എൻ്റെ അത് 2 പേർക്ക് ഇരുന്നിട്ട് നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ടോട്ടൽ നമുക്ക് വരുന്നൊരു 2.5 മീറ്റർ വരുന്ന ഒരു ടേബിൾ, ഒരു വർക്കിംഗ് ടേബിൾ മാത്രമാണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ ചെയ്യുന്നത്.